ഒരു സുപ്രധാന നിമിഷത്തിലായിരുന്നു നിയമസഭാ കക്ഷി സമ്മേളനത്തിൽ നിന്ന് 4 കോൺഗ്രസ് MLA-മാർ വിട്ടുനിൽക്കുന്നത്. എന്നാൽ കാരണമറിഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഞെട്ടിപ്പോയി. അണിയറയിലുള്ള BJP-യുടെ ഓപ്പറേഷൻ ലോട്ടസിനുള്ള നീക്കുപോക്കുകളുടെ ഭാഗമായിരുന്നു ഈ 4 കോൺഗ്രസ് MLA-മാർ നിയമസഭാ കക്ഷി സമ്മേളനം വിട്ടുനിൽക്കാനുള്ള കാരണം. തുടർന്ന് 2 MLA-മാർ സർക്കാരിനുള്ള പിന്തുണയും പിൻവലിച്ചു. ആകെ അങ്കലാപ്പിലായ കർണാടക സർക്കാരിന് പിന്തുണയായി നിൽക്കാൻ ഒരു നേതൃത്വമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ദൊഡ്ഡലഹള്ളി ಕೆಂಪಗೌಡ ಶಿವಕುಮಾರ್. No, we are personal friends. Politics is different. We are personal friends. They are leaders. All have their responsibility. Their pressure from the Congress cadres of the constituencies. No one will do that any mistake. There is nothing. Just BJP is trying to create some hype in the country. On this Mahagathbandhan, they are trying to do something. Yediyurappa counter attack that says that Congress and JDS they are itself doing this poaching. No. It will backfire them. So let them be honest to their heart first. മതേതരത്വ കാഴ്ചപ്പാടിലൂടെ കർണാടകയെ മുന്നോട്ട് കൊണ്ടുപോയ നട്ടലുള്ള കോൺഗ്രസിന്റെ നേതാവ് BJP വർഗീയ കലാപം അഴിച്ചുവിട്ട് കർണാടകയെ വർഗീയാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ചേർത്ത് പിടിച്ച് മതേതരത്വ മുഖം കർണാടകയിൽ വിരിച്ച കർണാടകയുടെ സിംഹക്കുട്ടി, കർണാടകയുടെ സ്വന്തം DK ശിവകുമാർ നേതൃത്വ നിരയിൽ നിന്നു. പിന്നിൽ കേരളത്തിലെ KC വേണുഗോപാലും അണിയറയിൽ കളിക്കാനും തുടങ്ങി. ആർജവത്തോടെ മുന്നോട്ട് പോയ ഈ 2 പേരുടെയും നീക്കങ്ങൾ ഒടുവിൽ കർണാടകയുടെ ചരിത്രം തന്നെ തിരുത്തി എഴുതി. വിമതരായ 14ഓളം MLA-മാരെ കൂട്ടുപിടിക്കാനും അതിൽ നിന്ന് 10 MLA-മാരുടെ പിന്തുണയോടുകൂടി സർക്കാരിനെ താഴെ വീഴ്ത്താതിരിക്കാനും ആർജവത്തോടെ അവർ 2 പേരും മുന്നോട്ട് പോയി. പലയിടങ്ങളിലും തോക്കു ചൂണ്ടേണ്ടടുത്ത് തോക്കു ചൂണ്ടിയും വാക്കുകൾ കൊണ്ട് പോരാടേണ്ടടുത്ത് വാക്കുകൾ കൊണ്ട് പോരാടിയും പലയിടങ്ങളിലും സ്നേഹം കൊടുക്കേണ്ടടുത്ത് സ്നേഹം കൊടുത്തും DK രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് സർക്കാരിനെ മെച്ചപ്പെടുത്താൻ മുന്നിൽ തന്നെ നിന്നു. ഇത് BJP-യുടെ നേതൃത്വ നിരക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകി. ഓപ്പറേഷൻ ലോട്ടസിനെ താഴെ വീഴ്ത്താനും കാരണമായി. പിന്നിൽ കളിച്ചത് KC വേണുഗോപാൽ ആണെങ്കിലും മുന്നിൽ നിന്നത് DK ശിവകുമാർ എന്ന സിംഹക്കുട്ടി തന്നെയാണ്. ഇന്നും BJP-യുടെ നേതൃത്വത്തിന് DK-യുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് DK-യുടെ ആർജവമായ മുന്നേറ്റം തന്നെയാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരേ കണ്ണിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിനെ ബലപ്പെടുത്തി പരമ്പരാഗത കോൺഗ്രസിലെ മതേതരത്വത്തെ മുന്നിൽ നിർത്തി ആർജവത്തോടെ മുന്നോട്ട് പോയപ്പോൾ BJP-യുടെ തന്ത്രങ്ങളൊക്കെ പൊളിച്ചെഴുതി DK സർക്കാരിനെ അടിയുറച്ച വേരിൽ തന്നെ കർണാടകയിൽ വീണ്ടും ഉണർത്തെഴുന്നേൽപ്പിച്ച് നിർത്തി. കുമാരസ്വാമി പിന്നിൽ DK ശിവകുമാറിന് പിന്തുണയായി വന്നപ്പോൾ BJP-യുടെ നേതൃത്വം പാടെ പാഞ്ഞുപോയി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അമിത്ഷായുടെ തന്ത്രത്തിന്റെ ബലമായി നടന്ന ചില നീക്കുപോക്കുകൾ ആദ്യഘട്ടത്തിൽ പൊളിച്ചടുക്കിയത് DK ആണെങ്കിൽ പിന്നീടും പൊളിച്ചെടുക്കാൻ മുന്നിൽ നിന്നത് DK ശിവകുമാർ തന്നെയാണ്. ഒരൊറ്റ സ്വരത്തിൽ ഉറച്ച നിലപാടിൽ ഒരു കാര്യം പറയാം, കർണാടകയുടെ ഈ DK ഉള്ളിടത്തോളം കാലം കോൺഗ്രസ് കർണാടകയിൽ സുരക്ഷിതമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൈയടിക്കേണ്ട ഒരവസരം കോൺഗ്രസിന്റെ ഏതൊരണിയും മനസ്സിനകത്ത് DK എന്ന സിംഹക്കുട്ടിയുടെ മുഖം തെളിഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം. കർണാടകയുടെ സർക്കാർ പ്രതിസന്ധി ഘട്ടത്തിൽ പോയാൽ തന്റെ മന്ത്രിസ്ഥാനം വരെ രാജിവെച്ച് പാർട്ടിക്ക് വേണ്ടി മുന്നിൽ നിൽക്കുമെന്ന് പറഞ്ഞ ആർജവത്തിന് മുന്നിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വരെ മുട്ടുകുത്തി നിന്ന് പോയി. ഈ ആർജവമാണ് കോൺഗ്രസിന് വേണ്ടത്. ഈ ആർജവം കൂടെയുണ്ടെങ്കിൽ കോൺഗ്രസിന് മുന്നിൽ ഒരു സംഘപരിവാർ സംഘടനയ്ക്കും
നിവർന്നു നിൽക്കാൻ സാധിക്കില്ല എന്ന വസ്തുത കോൺഗ്രസിന്റെ നേതാക്കന്മാർ തിരിച്ചറിയണം. കേരളത്തിലെയും മറ്റുള്ള സംസ്ഥാനങ്ങളിലെയും ചില കോൺഗ്രസ് നേതാക്കന്മാർ സംഘപരിവാറിന് കുടപിടിച്ച് നടക്കുമ്പോൾ ആർജവമുള്ള ഈ നേതൃത്വം നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. നേരെ വണ്ണം മുന്നോട്ട് പോയാൽ മതേതരത്വ കാഴ്ചപ്പാടോടുകൂടി മുസ്ലിങ്ങളെയും ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും ഒരേ കണ്ണോട് കൂടി കണ്ടാൽ കോൺഗ്രസിന് പണ്ട് ലഭിച്ച അതേ സ്വീകാര്യത ഇന്നും ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ദൊഡ്ഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.